നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ ഫോറൻസിക് സയൻസ് പോലുള്ള കോഴ്സുകൾക്ക് കുറേ കോഴ്സുകളുണ്ട്. കോഴ്സുകളുടെ ഡീറ്റെയിൽ പറയാം. അങ്ങനെയുള്ള കോഴ്സുകളുടെ 2025-26 അക്കാഡമിക് ഇയറിലെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറാണ് ഈ വീഡിയോയിൽ. അത് നിങ്ങൾ ആദ്യം തന്നെ നോക്കുക. nfsu.ac.in എന്നുള്ള സൈറ്റിലാണ് നിങ്ങൾ കയറേണ്ടത്. അപ്പോൾ അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അഡ്മിഷൻ ഓപ്പൺ ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്, കരിയർ ഉണ്ട്, NFSU ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ ഈ അഡ്മിഷൻ ഓപ്പൺ എന്നുള്ള ലിങ്ക് വഴിയാണ് നിങ്ങൾ ബാക്കി പ്രൊസീജിയർ ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് പ്രോഗ്രാം ഏതൊക്കെ പ്രോഗ്രാം ഉണ്ട്, അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, അതിൻ്റെ ഫീ എന്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ പ്രോഗ്രാം ചൂസ് ചെയ്യുക. അതുപോലെ കരിയർ സാധ്യതകൾ അറിയണമെങ്കിൽ, NFSU ക്യാമ്പസുകളെ കുറിച്ച് അറിയണമെങ്കിൽ ഇതൊക്കെ ഓരോ ലിങ്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയാൽ അറിയാം. ഇത് എല്ലാ കോഴ്സുകൾക്കും ഒരേ ഫീ അല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഫീയെക്കുറിച്ച് പറയില്ല. നിങ്ങൾ ആ പ്രോഗ്രാംസിൻ്റെ സെഷനിൽ കയറിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണാം. ഇത് നോക്കുക, 2025-26 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വിളിച്ചിരിക്കുന്നത്. അതിൽ ഓൺലൈൻ അഡ്മിഷൻ പോർട്ടലുണ്ട്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഈ സൈറ്റിൽ കയറിയാൽ കാണാം. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫീ പേ ചെയ്യുമ്പോൾ, അപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫീ പേ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീ അക്കൗണ്ടിൽ നിന്ന് പോവുകയും എന്നാൽ അവിടെ എത്തിയിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ ഒരു 24 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അതിനുശേഷമേ അടുത്ത പേയ്മെൻറ്റ് ചെയ്യാവൂ. അപ്പോൾ അതിനുള്ളിൽ ആയിക്കോളും. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരികയും നിങ്ങൾക്ക് അടുത്ത പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, ആ പ്രോഗ്രാംസ് എന്നുള്ള ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ക്യാമ്പസുകളും ഇങ്ങനെ സെപ്പറേറ്റ് ആയി കാണിക്കും. അവിടുത്തെ പ്രോഗ്രാംസ് കാണിക്കും. അതിൽ ഓരോ പ്രോഗ്രാം വീതം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ BSc MSc ക്രിമിനോളജി ആണ് നോക്കുന്നതെങ്കിൽ അതിൽ പ്രോഗ്രാം ഡീറ്റെയിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇത് 5 വർഷത്തെ കോഴ്സാണ്, ഇത് എവിടെയൊക്കെ ഉണ്ട്, അതുപോലെ എന്താണ് അതിൻ്റെ ഫീസ് ഷെഡ്യൂൾ, ഡ്യൂറേഷൻ എത്രയാണ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും അതിലുണ്ടാവും. അതുപോലെ ഓരോ കോഴ്സിനും ഇതേപോലെ ഉണ്ടാവും. ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല. നിങ്ങളിവിടെ ഇപ്പോൾ ഗുജറാത്ത് ക്യാമ്പസിൻ്റെ കോഴ്സുകൾ സെലക്ട് ചെയ്താൽ അത് കാണിക്കും. അല്ലെങ്കിൽ ഡൽഹി നോക്കിയാൽ അത് കാണിക്കും. ഗ്രാജുവേറ്റ് കോഴ്സ് നോക്കിയാൽ അത് കാണിക്കും. അങ്ങനെ ഓരോന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ഡീറ്റെയിൽസ് കാണിക്കും. അപ്പോൾ അതിൽ നിന്ന് വേണം ഫീസും ഡ്യൂറേഷനും ഒക്കെ മനസ്സിലാക്കാൻ. ഇനി NFSUവിൻ്റെ നിലവിൽ ഗാന്ധിനഗർ, ഡൽഹി, ത്രിപുര, ഗോവ, ഭോപ്പാൽ, പൂനെ, ധാർവാഡ്, മണിപ്പൂർ, ഗുവാഹത്തി, ഭുവനേശ്വർ, ചെന്നൈ, റായ്പൂർ, ജയ്പൂർ, നാഗ്പൂർ ഇത്രയും ക്യാമ്പസുകളാണുള്ളത്. അതിൽ ഈ ഭുവനേശ്വർ, ചെന്നൈ, റായ്പൂർ, ജയ്പൂർ, നാഗ്പൂരൊക്കെ റീസെൻ്റ്ലി അത് പ്രപ്പോസ്ഡ് ക്യാമ്പസാണ്. അത് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ബാക്കിയൊക്കെ നിലവിലുള്ളതാണ്. കോഴ്സുകളുടെ ഡീറ്റെയിൽ കൂടി നോക്കുക. ഒരുപാട് കോഴ്സുകളുണ്ട്. അതിലിപ്പോൾ ഒരു +2 കഴിഞ്ഞ കുട്ടിക്ക് ഈ BSc MSc ഫോറൻസിക് സയൻസ് ഗാന്ധിനഗറിലും, ഡൽഹിയിലും, ഗോവയിലും, ത്രിപുരയിലും, ധാർവാഡിലും, ഭോപ്പാലിലും ഉണ്ട്. അങ്ങനെ ചിലർക്ക് ഇതുപോലെ ഒരു പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്, PG പ്രോഗ്രാമുകളുണ്ട്. ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല. ഒരു +2 കഴിഞ്ഞ കുട്ടിക്ക് അതേപോലെ തന്നെ BTech MTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, സൈബർ സെക്യൂരിറ്റി, അത് ഗാന്ധിനഗറിലും, ഡൽഹിയിലും, ത്രിപുരയിലും, ധാർവാഡും, ഗുവാഹത്തി. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സ്ഥലത്തെയും കോഴ്സിൻ്റെ ഡീറ്റെയിലും ഡ്യൂറേഷനും ഫീയും ഒക്കെ അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാം സെഷൻ നോക്കുക. അതുപോലെ തന്നെ BSc ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ് ഉണ്ട്, BSc LLB ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കോഴ്സുകളുണ്ട്. അപ്പോൾ ആ കോഴ്സുകൾ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ താഴെ ലിങ്ക് അല്ലെങ്കിൽ എവിടെയൊക്കെയാണുള്ളതെന്ന് ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്താവുന്നതാണ്. ഇനി ഓൺലൈൻ അഡ്മിഷൻ തുടങ്ങുന്നത് മാർച്ച് 18 തുടങ്ങിയിരിക്കുന്നത്. മാർച്ച് 18 രജിസ്ട്രേഷൻ തുടങ്ങി. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ് 5 അപ്പോൾ മെയ് 5 വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ടാവും. ഇനി അതിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അല്ലെങ്കിൽ ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ ഈ സൈറ്റും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്ന സൈറ്റുമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സൈറ്റ് വഴി നിങ്ങൾക്ക് രജിസ്ട്രേഷനും അതുപോലെ എൻക്വയറി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് ആ ഡീറ്റെയിൽ ഇൻഫർമേഷൻ പോർട്ടലിലും കിട്ടും. ഈ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. അതിൽ സ്റ്റെപ്പ് 1, ഇനിഷ്യൽ രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് ഒരു വാലിഡ് മെയിൽ ID ഉണ്ടാവണം. ക്ലാസ് 10ൻ്റെ മാർക്ക് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന അതേ ഡീറ്റെയിൽ ആയിരിക്കണം. നിങ്ങൾ പേരും ഡീറ്റെയിലും ഒക്കെ അതേ കൊടുക്കാവൂ. അതുപോലെ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവണം. ആ ഇമെയിൽ അഡ്രസ്സിലേക്ക് മാത്രമാണ് നിങ്ങളുടെ ID വരിക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇമെയിൽ ID രജിസ്റ്റേർഡ് കുട്ടിയുടെ പേരിലുണ്ടാവണം. ഇനി ആ മെയിലിലേക്ക് വരുന്ന OTP ഉപയോഗിച്ച് വെരിഫിക്കേഷൻ നടത്തണം സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 3 തുടങ്ങി അങ്ങോട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റെപ്പ് 4ലും മറ്റും നിങ്ങളുടെ റിസർവേഷൻ, നിങ്ങൾ OBC NCL ആണെങ്കിൽ അത്, EWS ആണെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, CST ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും നിങ്ങൾ അതിലാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകൾ എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്യണം. അതുപോലെ ഇതിലൊരു പ്രോഗ്രാം സെലക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പ്രോഗ്രാം സെലക്ഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത്, ഏത് ക്യാമ്പസിലാണ് വേണ്ടത് എന്ന് ചൂസ് ചെയ്യണം. അപ്പം നമ്മൾ നേരത്തെ കുറേ ക്യാമ്പസിലുണ്ട് എന്ന് പറഞ്ഞു. അതിലൊരു പ്രശ്നമുണ്ട്. എല്ലാ ക്യാമ്പസിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഫീസിൽ വ്യത്യാസം ഉണ്ടാവും. ഇവർ അൺറിസർവ്ഡ് കാറ്റഗറി ഒരു ക്യാമ്പസിന് മാത്രമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 1000 രൂപയുള്ളൂ. എന്നാൽ നേരെ തിരിച്ച് 2000 രൂപയാണ് 2 to 4 ക്യാമ്പസുകളിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ. എന്നാൽ മോർ ദാൻ 5 ക്യാമ്പസ്
5-ൽ കൂടുതൽ ക്യാമ്പസുകൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3000 രൂപയാണ്. അപ്പോൾ ഒരു ക്യാമ്പസിന് 1000 രൂപയാണെങ്കിൽ 2 തുടങ്ങി അങ്ങോട്ട് 4 വരെ 2000 രൂപയും 5 തുടങ്ങി മേലേക്കാണെങ്കിൽ 3000 രൂപയുമാണ് രജിസ്ട്രേഷൻ. NCLനും EWSനും ഏറെക്കുറെ ഒരേ ഫീസാണ്. ഒരു ക്യാമ്പസിന് 900 രൂപ, 2 ക്യാമ്പസിന് അല്ലെങ്കിൽ 4 വരെ ക്യാമ്പസിന് 1800 രൂപ, 5-ന് മേലെ ക്യാമ്പസ് ചൂസ് ചെയ്താൽ 2700 രൂപ. അതേപോലെ SC ST ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് ഒരേ ഫീസാണ്, അതായത് 800 രൂപ വെച്ചിട്ടാണ് അടയ്ക്കേണ്ടത്. അതേപോലെ 2 തുടങ്ങി 4 വരെ ക്യാമ്പസ് ആണെങ്കിൽ 1600 രൂപ അടയ്ക്കണം, 2400 രൂപ അടയ്ക്കണം മോർ ദാൻ 5 ക്യാമ്പസസ്. അതിനുശേഷം സ്റ്റെപ്പ് 14-ൽ നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് 10ന്റെയും +2ന്റെയും അക്കാഡമിക് ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ, സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയും വേണം PDF ആയിട്ട്. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 15-ൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ക്യാമ്പസിനനുസരിച്ചാണ് പേയ്മെൻറ്റ് വരിക. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. ഓരോ കുട്ടികളും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അതിനാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾ ആ പ്രോഗ്രാംസ് ഡീറ്റെയിൽ അല്ലെങ്കിൽ പ്രോഗ്രാംസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ പ്രോഗ്രാമിനും എന്താണ് എലിജിബിലിറ്റി, എന്താണ് ഫീസ് എന്നറിയാം. അപ്പോൾ അത് ഇൻഡിവിജ്വലി നിങ്ങൾ ഓരോരുത്തരുടെയും ചോയ്സാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പ്രോഗ്രാം നോക്കിയിട്ടേ, ഫീസ് ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ഫീ ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ആ ഫീസൊക്കെ നോക്കിയിട്ടേ അപ്ലൈ ചെയ്യാവൂ. അപ്പോൾ ഓൾമോസ്റ്റ് ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫർദർ അപ്ഡേറ്റ് എന്തെങ്കിലും വന്നാൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.